يهده فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد أوصيكم وإياي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم لتسألن يومئذ عن النعيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ വളരെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള രണ്ട് ആഘോഷങ്ങളുണ്ട്. ആ രണ്ട് ആഘോഷത്തിലെ ഒന്നാണ് ഇന്ന് രാവിലെ ഒരു ഈദ് പ്രഭാഷണം കഴിഞ്ഞ ഈ ഒരു വേളയിൽ രണ്ടാമത് ഒരു ജുമാ കൂടി ലഭിക്കുക എന്നത് ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുക. ഇപ്പോഴത്തെ ചർച്ചകളിലൊക്കെ ഈദിൻ്റെ ദിവസം ഒരു ജുമാ ആവശ്യമാണോ, അതിൽ പങ്കെടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ആ വഴിക്ക് പോയിക്കൊള്ളട്ടെ എന്ന് കരുതുക. എന്നിട്ട് ഇതൊരു അനുഗ്രഹമായിട്ട് കണക്കാക്കുകയും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദാശംസകൾ നേരുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. ഒരു ചരിത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആരംഭിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ മദീനയിലായിരിക്കുന്ന സമയത്ത് ഹിജ്റക്കൊക്കെ ശേഷം അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നത്, അതായത് വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ വിശപ്പായിരുന്നു എന്നാണ്. അതായത് ദിവസങ്ങളായിട്ട് അദ്ദേഹം കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണമൊന്നും കിട്ടാത്തതിൻ്റെ വേളയിൽ എവിടുന്നെങ്കിലുമൊക്കെ രാത്രി എന്തെങ്കിലും കിട്ടോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. വിശപ്പ് സഹിക്കണില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ ഒരു വേളയിലാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ മറ്റൊരു മനുഷ്യനെ അദ്ദേഹം കാണുക. ഇരുട്ടിൽ ഇങ്ങനെ വേറൊരു ആളും കൂടി നടന്നു പോകുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെടുകയാണ്. അദ്ദേഹം അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് തൻ്റെ സഹോദരൻ, തൻ്റെ കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. എന്താ താങ്കൾ ഈ രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താവശ്യത്തിനാണോ പുറപ്പെട്ടത് അത് തന്നെയായിരുന്നു അബൂബക്കറിൻ്റെയും ആവശ്യം. കാരണം അദ്ദേഹവും ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായിട്ടുണ്ട്, വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അതാണ് അദ്ദേഹത്തെയും പുറത്തിറക്കിയത്. പിന്നെ രണ്ടുപേരും ഒരുമിച്ചായി യാത്ര. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരെങ്കിലുമൊക്കെ കാണുമോ, ആരെങ്കിലുമൊക്കെ ഒരു അതിഥി ആയിക്കൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെ ഒന്ന് സൽക്കരിക്കുമോ എന്നൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മൂന്നാമത് ഒരാളെ കൂടി കണ്ടുമുട്ടുകയാണ്. അത് അല്ലാഹുവിൻ്റെ റസൂലായിരുന്നു, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അവർ ആകാംക്ഷയോട് കൂടിയിട്ട് പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, എന്താണ് ഈ രാത്രിയിൽ താങ്കൾ പുറത്തിറങ്ങിയത്? ആവശ്യം
തൻ്റെ കൂട്ടുകാർ രണ്ടുപേർക്കും എന്താണോ ആവശ്യമുണ്ടായിരുന്നത് അത് തന്നെയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിനും വിശപ്പ് സഹിക്കുന്നില്ല. വിശപ്പ് സഹിക്കാൻ വയ്യാതെ കിടന്നിട്ട് ഉറക്കം വരാതെ ഈ 3 പേര് ഇവരാരാന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ 3 പേരെന്ന് പറയുന്നത് ഒന്ന് മദീനയുടെ രാജാവാണ്. അങ്ങനെ പറയാൻ എനിക്കിഷ്ടം. കാരണം മദീന ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ രാജാവാണ് വിശപ്പ് സഹിക്കാതെ പുറത്തിറങ്ങിയിട്ടുള്ളത്. രണ്ടാമത് പറയുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, നമുക്ക് വേണമെങ്കിൽ പറയാം, അദ്ദേഹത്തിന്റെ രാജാവിന്റെ ഒരു പ്രധാനമന്ത്രിയാണ്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ആവശ്യങ്ങളും ആദ്യം ഷെയർ ചെയ്തിരുന്ന, പങ്കുവെച്ചിരുന്ന തന്റെ കൂട്ടുകാരനാണ് അബൂബക്കർ. നമ്മൾ രാജഭരണമായിട്ട് കണക്കാക്കുമ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കണക്കാക്കാം, പ്രവാചകന്റെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. മൂന്നാമത്തെ ആള് ഉമറാണ്. ഉമർ എന്ന് പറയുന്നത് നമുക്ക് ഇതേ രൂപത്തിൽ കണക്കാക്കുമ്പോൾ അദ്ദേഹം പ്രവാചകന്റെ നിയമമന്ത്രിയായിരുന്നു. കാരണം പല നിയമങ്ങളും ഖുർആനിൽ വരുന്നതിന് മുമ്പ് തന്നെ ഉമർ അള്ളാഹുവിന്റെ നാവിലൂടെ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവാചകന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ഉമറാണ്. പ്രവാചകരെ, മദ്യം എന്ന് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല, അതൊന്ന് നമുക്ക് നിരോധിക്കുകയല്ലേ എന്നൊക്കെ പ്രവാചകനോട് മദ്യനിരോധനത്തിന്റെ ആയത്തുകൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ അടുക്കൽ പോയിട്ട് ആവശ്യം ഉന്നയിച്ച ഒരാളായിരുന്നു ഉമർ റളിയല്ലാഹു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പ്രവാചകന്റെ നിയമമന്ത്രി എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. നോക്കൂ നിങ്ങൾ, ഈ 3 പേരാണ് വിശപ്പ് സഹിക്കവയ്യാതെ ആ രാത്രിയിൽ പുറത്തിറങ്ങിയിട്ട് അങ്ങനെ നടക്കുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹം എന്നോണം ഒരു അൻസാരിയായിട്ടുള്ള ഒരു സഹാബി അവരെ കണ്ടുമുട്ടുകയാണ്. അബുൽ ഹൈത്തം ഇബ്നു തൈഹാൻ എന്നാണ് ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. ഈ സഹാബി ഇവരെ കണ്ടു. എന്താ ആവശ്യമെന്ന് ചോദിച്ചു. വിശന്നിട്ട് വയ്യ എന്ന കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അതിനെ ഒരുപാട് സന്തോഷിക്കാനുള്ള കാരണം തന്റെ മുമ്പിലിരിക്കുന്ന ഈ 3 പേര് ചില്ലറക്കാരല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ഇന്ന് രാത്രിയിൽ തന്റെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ അവരെ സന്തോഷിപ്പിച്ച് യാത്രയാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ മനുഷ്യൻ, ഈ സ്വഹാബി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് നന്നായിട്ട് തന്നെ സൽക്കരിച്ചു. അവരുടെ വിശപ്പ് മാറുവോളം അവരെ കൂട്ടി. എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു മനുഷ്യന് വേണ്ടി ദീർഘമായി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം അബൂബക്കറിനെയും ഉമറിനെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ചെറിയ ഒരായത്ത്, ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്താണ്, ചെറിയ സൂറത്തുൽ തകാസുറിലെ അൽ-ഹാഖുൽ തകാസുർ എന്ന് പറയുന്ന സൂറത്തിലെ അവസാനത്തെ ആയത്ത്, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ ഒരു ആയത്ത് അവർക്ക് ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. എന്താണ് ആയത്തിന്റെ അർത്ഥം? സുമ്മ ലതുസ്അലുന്ന, നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഈ ല എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. പല നബുലുവന്നക്കും വേറെ ആയത്തിലൊക്കെ കാണാൻ പറ്റും. നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളോട് ചോദ്യം ചെയ്യും എന്നല്ല, നിർബന്ധമായും അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തിനാണോ? അന്നേ ദിവസം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഏതാണ് ദിവസം? വിചാരണയുടെ ദിവസം. യൗമുൽ ഹിസാബിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് അന്നേ ദിവസം, വിചാരണയുടെ ദിവസം, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ പടച്ച റബ്ബ് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ഈ ഒരു ആയത്ത് അവർ രണ്ടുപേർക്കും അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഓതി കേൾപ്പിച്ചു കൊടുത്തു. നോക്കൂ നിങ്ങൾ, ഇവിടെ പ്രവാചകൻ അനുഗ്രഹം, നിഅമത്ത് എന്ന് പറഞ്ഞത് എന്തിനാണ്? വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തിറങ്ങിയപ്പോ വിശപ്പ് മാറാൻ വേണ്ടി ഒരു സഹോദരൻ അല്ലെങ്കിൽ അവർക്ക് നൽകിയ ഭക്ഷണത്തിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ അതിമായ മഹത്തായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് എന്ത് ചെയ്യുന്നത്, ഉപമിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ മതി, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരനുഭവിച്ചതുപോലെ ഒരു വിശപ്പിന്റെ ഒരു വിളി ഈ നോമ്പിനല്ലാത്ത ഏതെങ്കിലും സമയത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാവൂല. കാരണം മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ പാചകം ചെയ്യാനുള്ള ഭക്ഷണത്തിന്റെ വസ്തുക്കളൊക്കെ നമ്മുടെ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലോ സൂക്ഷിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോമ്പ്
ആൾക്കാർക്ക് പത്തിരി പറ്റുള്ളൂ, ചില ആൾക്കാർക്ക് അതും നടക്കൂല, ചില ആൾക്കാർക്ക് പുഴുങ്ങിയ മുട്ടി പാടൊക്കെ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള അവസ്ഥയാണ്. അതായത് ഏതൊക്കെ ഭക്ഷണം ഏതൊക്കെ സമയത്ത് വേണം അതനുസരിച്ചിട്ട് അല്ലെ ഉണ്ടാക്കിയെടുക്കാനും ഭക്ഷിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതിന്റെ അപ്പുറമാണ് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത് ഭക്ഷണത്തിന്റെ കാര്യം പോട്ടെ, മറ്റെന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ട്. കുറച്ച് മുമ്പാണെങ്കിൽ ഒരു പള്ളിയിലേക്ക് ഒരാൾ വരുമ്പോൾ നടന്നിട്ട് കാൽനടയായിട്ടെങ്കിലും വരേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ഇന്നോ സ്വന്തം വാഹനത്തിലല്ലാതെ ഇന്ന് ഈ പള്ളിയിലേക്ക് വന്ന എത്ര പേരുണ്ടോ അവിടെ? ഇതാണ് പടച്ച അല്ലാഹുവിന്റെ റസൂല് ആ രണ്ട് കൂട്ടുകാർക്കായിട്ട് ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. അന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ അത് നിങ്ങൾ മാറ്റിയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയുണ്ടോ, ഇവിടെ നമ്മൾ അനുഗ്രഹങ്ങൾ എണ്ണി പറയേണ്ട കാര്യമൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ടോ. അതിങ്ങനെ വിരലിൽ എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ ഓരോന്നും എണ്ണി പടച്ച റബ്ബ് ചോദിക്കും എന്നുള്ളതാണ്. ഈ സൂറത്തിന്റെ തന്നെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ 2 ആയത്ത് കൂടി നമ്മളൊന്ന് ആലോചിക്കണം കേട്ടോ. എപ്പോഴാണ് ചോദിക്കുന്നത് അറിയോ? അതിന്റെ തൊട്ട് മുമ്പത്തെയും അതിന്റെ മുമ്പത്തെയും ഒരായത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അതായത് നരകത്ത് നിങ്ങൾ കാണും. വിചാരണയുടെ വേളയിൽ ഇത് അള്ളാഹു നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് തരുന്നൊരു സംഗതിയാണ്. അത് നല്ല ആളുകളായിക്കോട്ടെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകളായിക്കൊള്ളട്ടെ, അതെല്ലാം വളരെ നിശ്ചിത രീതിയിൽ ജീവിച്ചിട്ടുള്ള ആളുകളായിക്കൊള്ളട്ടെ, ആരാണെങ്കിലും ശരി, എന്ത് ചെയ്യും? നരകം നമ്മളങ്ങനെ കാണിച്ചു തരും എന്നുള്ളതാണ്. അത് നരകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കും. എന്നിട്ടോ അവിടെ തീർന്നില്ല. 2ാമത്തെ ആയത്തിലും അതന്നെ പറയുന്നത് നിങ്ങളുടെ ദൃഢമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ ആ നരകത്തെ കാണുക തന്നെ ചെയ്യും. അത് നരകം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് അന്നേ ദിവസം ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദ്യം ചെയ്യും. അത് നരകം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് നമ്മളോട് ഇത്തരം ഒരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് നമുക്ക് എന്തു പറയാൻ സാധിക്കും എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ തിരിച്ച് റബ്ബിനോട് അള്ളാഹുവേ ആ വിചാരണ സമയത്ത് നിന്റെ അനുഗ്രഹങ്ങൾക്ക് പകരമായി കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് റബ്ബേ എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? ആ പറയാൻ കഴിയും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമായിരിക്കും നാളെ വിചാരണ കഴിഞ്ഞും നാളെ സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി കാണിക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ നന്ദി കാണിക്കണം? ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതല്ലാതെ ഈ ഒരു നന്ദി കാണിക്കുക എന്നതിന് മറ്റൊരു തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ ഇതിങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? ചില ആളുകൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, ചില ആളുകൾക്ക് അത്ര തന്നെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. ഉദാഹരണം എടുക്കാം, ഒരു അധികം നന്നായി സാമ്പത്തികമുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. ആൾക്ക് സ്വതക്കയും സക്കാത്തും ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷേ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ഒരാളാണെങ്കിലോ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കാം. അയാൾക്ക് നമസ്കാരവും ഖിയാമുല്ലയിലും ഒക്കെ വളരെ പൂർണ്ണമായ അർത്ഥത്തിൽ നിർവഹിക്കാൻ സാധിക്കുന്നുണ്ടാവും. പക്ഷെ അതിനൊന്നും സാധിക്കാത്തൊരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിലോ ചിലപ്പോൾ പറ്റിക്കൊള്ളണം എന്നില്ല. ഇവിടെയാണ് അല്ലാഹു നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു വചനമുണ്ട്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതായത് ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറം ചെയ്യാൻ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ ഒരാളോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്താൽ മതി, അത് തന്നെ മതി നിങ്ങൾക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ എന്നതാണ് ഈ ആയത്തിന്റെ. ഇത് സൂറത്ത് ബഖറയിലെ അവസാനത്തെ ആയത്തിന്റെ 286ാമത്തെ ആയത്തിന്റെ ഒരു ചെറിയൊരു ഭാഗമാണത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരു മനുഷ്യനും എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണ്ട എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് ചെയ്താൽ മതി. എന്താണ് ഈ കഴിയുന്ന കാര്യം? ഇത് നമുക്കെല്ലാവർക്കും വളരെ ആശ്വാസം നൽകുന്ന ഒരു ആയത്താണ്. കാരണം നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്താൽ മതി എന്നുള്ളതാണ്. എന്താണ് ഈ സാധിക്കുന്നത് അതും കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇപ്പൊ റമദാൻ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൃത്യമായിട്ട് ഒരു 4-5 മണിക്ക് നീച്ചിട്ടുണ്ടാവുമല്ലോ. നീച്ചിട്ടുണ്ടോ? അത്താഴം കഴിച്ചിട്ടുണ്ടോ? എന്താ അതിനർത്ഥം? ഈ ഒരു മാസം തുടർച്ചയായി
പറയുന്ന സമയത്ത് നമുക്ക് നീക്കാൻ കഴിയും, എണീക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ബാക്കി 11 മാസം നമുക്കതിന് കഴിയണ്ടേ? അത് കഴിയണം എന്നുള്ളതാണ്. കാരണം അങ്ങനെ നീക്കുമ്പോഴാണ് അവന് രാത്രി ഒന്ന് നീച്ചിട്ട് ഒരു ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും ഖിയാമുല്ലൈലിലേക്ക് തഹജ്ജുദ് നമസ്കരിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഉന്മേഷം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ് എന്നതാണ്. ചരിത്രത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. ഒരിക്കൽ ഉമർന്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട യുദ്ധം നടന്നുകൊണ്ടിരിക്കാം, റോമക്കാരുമായി ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നോക്കിയിട്ട് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അപ്പുറത്തുണ്ടാകുമ്പോൾ 10,000-കണക്കിന് മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്ത് ഈ മുസ്ലിങ്ങളെ തോൽപ്പിക്കാൻ റോമൻ സൈന്യത്തിന് സാധിക്കുന്നില്ല. എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു രഹസ്യ ഏജന്റിനെ ഈ പറയുന്ന മുസ്ലിം ക്യാമ്പിലേക്ക് പറഞ്ഞേക്കാം. അങ്ങനെ അയാൾ വന്ന് തിരിച്ചു പോയിട്ട് ഈ പറയുന്ന സർവ്വ സൈന്യാധിപന്റെ മുമ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മുസ്ലിങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റൂല, ഒരിക്കലും നിങ്ങൾക്ക് അത് തോൽപ്പിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ രാത്രിയിൽ എണീറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ളതാണ്. ഏതാണ് ആ പ്രാർത്ഥന? ഖിയാമുല്ലൈലാണ്, തഹജ്ജുദ് നമസ്കാരമാണ്. അത് തഹജ്ജുദ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ ഒരു കാരണവശാലും പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കൂല എന്നുള്ളൊരു മഹത്തായ ആശയമാണ് ഉണ്ടാകുന്നത്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ കേട്ടിട്ടുണ്ടോ? സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നത് ഒരു കാലത്ത് ഖുദ്സിന്റെ വിമോചകനാണ്. അത് കുരിശുദ്ധത്തിന്റെ ഭാഗമായിട്ട് ബൈത്തുൽ മുഖദ്ദസ് ക്രിസ്ത്യാനികൾ പിടിച്ചെടുക്കുമ്പോൾ അത് വീണ്ടും മുസ്ലിങ്ങളിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ പ്രധാന പങ്ക് വഹിച്ച ഒരാളായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പട്ടാളത്തെ സ്വരൂപിച്ച് ഈ പറയുന്ന ക്രിസ്ത്യൻസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം എല്ലാ പട്ടാള ക്യാമ്പിലും ചില പണ്ഡിതന്മാരെ ഏർപ്പാടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് പണ്ഡിതന്മാർ അവർക്ക് ഇസ്ലാമിക കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം വിശദീകരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. അവർ ആ സമയത്തൊക്കെ ഇദ്ദേഹം യുദ്ധം ഇങ്ങനെ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. ഏതുവരെ എന്നറിയോ? ഈ പട്ടാളത്തിലുള്ള മുഴുവൻ ആളുകളും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരവസ്ഥ എത്തുന്നത് വരെ അദ്ദേഹം യുദ്ധം ചെയ്തില്ല. അങ്ങനെ പട്ടാളക്കാർക്ക് അതിന്റെ ബോധ്യപ്പെട്ടപ്പോൾ, ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം യുദ്ധത്തിന് തയ്യാറാവുകയും വളരെ എന്താ പറയാ അത്ഭുതകരമെന്നോണം അദ്ദേഹം ഖുദ്സ് തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ നോമ്പിന് നമുക്ക് ഈ പറയുന്ന സമയത്ത് അത്താഴത്തിന് എണീറ്റുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചു, ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു എന്നുണ്ടെങ്കിൽ അതിനുശേഷവും നമുക്ക് സാധിക്കട്ടെ. ഇപ്പൊ നോമ്പുള്ള സമയത്ത് ഈ പറയുന്ന റമദാൻ മാസത്തിൽ ഒരു സുബഹിയുടെ ജമാഅത്ത് എടുത്ത് നോക്കാം. പള്ളി ചിലപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നോമ്പ് അവസാനിക്കുന്നതോട് കൂടിയിട്ട് അത് അവസാനിച്ചു പോവുകയും ചെയ്യും. എന്തുകൊണ്ട് അവസാനിക്കുന്നു? നോമ്പിന് കഴിയുന്നത് എന്തുകൊണ്ട് നമുക്ക് റമദാൻ അല്ലാത്ത സമയത്ത് കഴിയുന്നില്ല? നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോ ഈ പറയുന്ന നമ്മൾ സമാധാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്താൽ മതി എന്ന് പറയുമ്പോ കഴിയുന്നത് പോലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് പടച്ച അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് നിങ്ങളെ കൊണ്ട് ഈ പറഞ്ഞ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് എന്ത് ചെയ്താൽ മതി, അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് കൃത്യമായിട്ട് നിർവഹിക്കാൻ സാധിച്ചാൽ ഈ പറയുന്ന രീതിയിൽ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ അന്നേ ദിവസം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പടച്ചറപ്പ് നമ്മൾക്ക്, അല്ലെങ്കിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ നാം ഓരോരുത്തരും സാധിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കുക. പടച്ചറപ്പ് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പല രീതിയിലുള്ള ഇളവുകളും ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യരും അവന് ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്തേക്ക് ചെയ്യണം എന്നൊന്നും അല്ലാഹു നമ്മോട് നിർബന്ധം പറഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല എന്നതാണ് സത്യം, ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ റമദാനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഖിയാമുല്ലൈൽ നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും, തറാവീഹ് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവും. അത് റമദാനോട് കൂടിയിട്ട് അവസാനിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് തുടർന്ന് കൊണ്ടുപോകുവാൻ
പോകാൻ നമുക്ക് എന്ത് ചെയ്യണം, സാധിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങളിലൊക്കെ കൃത്യമായിട്ട് ജമാഅത്തിൽ എത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് റമദാനിൽ എന്നുണ്ടെങ്കിൽ അത് റമദാൻ കഴിയുമ്പോഴും അത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഫർദ് നമസ്കാരത്തിന്റെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പ്രാധാന്യം ഒരൊറ്റ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹദീസിന്റെ ആശയത്തിലുണ്ടായിരുന്നുള്ളൂ. പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, പ്രവാചകരെ, എനിക്ക് ജമാഅത്ത് നമസ്കാരത്തിന് ഒരല്പം ഇളവ് നൽകുമോ, എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ ഒരു സഹാബി. ആരാന്ന് പറഞ്ഞതെന്ന് അറിയോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന അന്ധനായ സഹാബിയാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. കണ്ടു കാണാതെ ഒരാളുടെ സഹായമില്ലാതെ പ്രവാചകന്റെ പള്ളിയിലേക്ക്, മസ്ജിദ് നബവിയിലേക്ക് അദ്ദേഹത്തിന് എത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, പ്രയാസമുള്ള കാര്യമാണ് ജമാഅത്തിലെത്താൻ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചോട്ടെ എന്നാണ് പ്രവാചകനോട് ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അദ്ദേഹത്തിന് സമ്മതം കൊടുത്തു. സമ്മതം കൊടുത്ത് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ ഈ അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിക്കുകയാണ്. തിരിച്ചു വിളിച്ച് ചോദിച്ചത് ഒരു ചോദ്യമാണ്, അല്ലയോ, താങ്കളുടെ വീട്ടിലേക്ക് ബാങ്കിന്റെ ഒലി അല്ലെങ്കിൽ ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അതെ, ബാങ്കിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞത്, ബാങ്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ ജമാഅത്തിന് എത്തണം എന്നുള്ളതാണ്. അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് ബാങ്ക് നമുക്ക് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജമാഅത്തിന് എത്തണം. ആരോടാണ് അത് പറയുന്നത്? അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം. അത് കണ്ണ് കാണാത്ത അന്ധനായ ഒരു സഹാബിയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാതൊരു ഇളവും നൽകാതെ എന്ത് ചെയ്യാൻ പറയുന്നത്, പള്ളിയിലെ ജമാഅത്തിലേക്ക് എത്തണം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജുമാക്ക് ഈ പറയുന്ന സ്വന്തം വാഹനത്തിൽ എത്താൻ സാധിക്കുമെങ്കിൽ നമ്മുടെ പണിയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാ വക്തിലും നമുക്ക് ജമാഅത്തിലെത്താൻ സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് അത്താഴത്തിന് എണീക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സുബഹിയുടെ ജമാഅത്തിന് പള്ളിയിലേക്ക് എത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങൾക്ക് മാത്രം ഉപദേശമല്ല, എനിക്കും കൂടി ഒരു ഉപദേശമാണ് എന്ന് പൂർണ്ണമായ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ചെയ്യുക എന്നത് ഇസ്ലാം പ്രാധാന്യം നൽകുന്ന ഒന്നുമല്ല. അതായത് കഴിവിന്റെ പരമാവധി നിർവഹിച്ചുകൊണ്ടേ ഇരിക്കുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ ഇബാദത്ത് തന്നെ. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. ഫുൾ നേരം ഇങ്ങനെ നമസ്കാരം തന്നെ, രാത്രിയിൽ ഉറങ്ങേ ചെയ്യാതെ നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു സംഗതി ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, നൽകുന്നേ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇസ്ലാം സമൂഹത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ വീട്ടിൽ വേണ്ട കാര്യങ്ങൾ നിർവഹിക്കാനും ജോലി ചെയ്യാനും സമ്പാദിക്കാനും എല്ലാറ്റിനും അനുവാദം നൽകുന്നുണ്ട്. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യാം, ആരാധനകളിൽ ഏർപ്പെടുക എന്നത് മാത്രമാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് പറഞ്ഞത് കുറെ നിങ്ങൾ നിർവഹിക്കുന്നതല്ല എന്നുള്ളതാണ്. കുറെ എന്തൊക്കെയോ ആരാധനാകർമ്മങ്ങൾ നമ്മൾ ഒരാഴ്ചയോട് തുടങ്ങി വെക്കാം, എന്തൊക്കെയോ ചെയ്യാം, പിന്നെ അതങ്ങ് അവസാനിപ്പിക്കാം. ഇതിന് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധനാകർമ്മത്തിൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് നിങ്ങൾ സ്ഥിരമായി തുടർന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫർദ് നമസ്കാരത്തിന് പുറമെയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതാണ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ആകെ 3 റക്അത്ത് മാത്രമാണ് തഹജ്ജുദ് നമസ്കരിക്കാൻ പറ്റുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും ചുരുങ്ങിയത് 1 പേജ് മാത്രമാണ് നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ സാധിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്. അതല്ലാതെ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടി പിന്നെ ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് പോവില്ല. സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാം. അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യാൻ അല്ലെങ്കിൽ ഏത് കാലത്തും നിർവഹിച്ചു കൊണ്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, പരിശ്രമിക്കുക എന്നുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ സ്വഹീഹ് ബുഖാരിയിലും വന്നിട്ടുള്ള ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കാൻ പറ്റും. അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല എന്ന. അതായത് അഹബ്ബൽ അഅ്മാലി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകൾ എന്ന് പറയുന്നത് അദ്വമുഹാ, അത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വഹിക്കല്ല, അത് കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിലും അത് ചെറുതേ ഉള്ളൂ. നമ്മൾ കാര്യമായിട്ടൊന്നും പ്രവർത്തിക്കുന്നൊന്നുമില്ല, ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് സ്ഥിരമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നാണ് ഈ ഒരു ഹദീസിലൂടെ അള്ളാഹുവിന്റെ റസൂൽ നമ്മെ എന്ത് ചെയ്തത്
പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി മാറാൻ പടച്ചവർക്ക് നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്. അല്ലാഹുവേ, വിശുദ്ധ റമളാൻ പരിപൂർണമായി നോമ്പനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നാഥ ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും അല്ലെങ്കിൽ വലുതുമായിട്ടുള്ള തെറ്റുകളൊക്കെ നീ പുറത്തു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, നോമ്പിലൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് തമ്പുരാനെ. ആ മുസ്ലിങ്ങളുടെയും മറ്റുള്ള ആളുകളുടെയും എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ. രോഗം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗമെല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണേ തമ്പുരാനെ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا أجرنا من النار. ربنا أجرنا من النار. ربنا أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما وادخلنا